ചെറുപുഴയിലെ കെട്ടുകരയിൽ ജനാർദ്ദനനും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ കൂറ്റൻ മൂർഖൻ പാമ്പിനെ കണ്ടത് വീട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. ഇന്ന് രാവിലെ 11 മണിയോടെ അടുക്കളയ്ക്കു സമീപമുള്ള ആഴമുള്ള പൊത്തിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്നാണ് ആശങ്ക ഉയർന്നത്. വീട്ടുകാർ ആദ്യം പാമ്പ് പിടുത്തക്കാരെ കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാതിരുന്നതിനാൽ ചെറുപുഴ പോലീസിനെ വിവരമറിയിച്ചു. 4 മണിയോടെ പാമ്പ് പിടുത്ത വിദഗ്ധനായ അനീഷ് ഏച്ചിലാമ്പാറ, സഹായികളായ MB സുരേഷ്, മനീഷ് പാടിച്ചാൽ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിലും പാമ്പിനെ കണ്ടെത്താനായില്ല. പൊത്ത് ഏറെ ആഴമുള്ളതിനാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി അനീഷ് വ്യക്തമാക്കി. സന്ധ്യയോടെ പരിശോധന അവസാനിപ്പിച്ച് സംഘം മടങ്ങി. വീട്ടിൽ പ്രായമായവരും കുട്ടികളും ഉള്ളതിനാൽ പാമ്പ് ഇപ്പോഴും സമീപത്തുണ്ടാകുമെന്ന ആശങ്കയിലാണ് കുടുംബം. രാവിലെ അടുക്കളയുടെ മുറ്റത്തു നിന്നാണ് ഈ വലിയ പാമ്പിനെ കണ്ടത്. അത് കണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാല്, മോന് ഒരു മുട്ട പൊരിച്ചിട്ട് അവന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അന്ന് ഒരു മുട്ട പൊരിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മുട്ട പൊട്ടിച്ചതിന്റെ തോടിങ്ങനെ മുറ്റത്തോട്ട് എറിഞ്ഞതാ. അപ്പത്തെ കൊണ്ടത് മുറ്റത്തിന്റെ സൈഡില് റംബൂട്ടാൻ നിപ്പുണ്ട്. അതിന്റെ ചോട്ടിൽ നിന്ന് തല വേഗം പൊക്കി മുട്ടത്തോട് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് അതിന്റെ ചോട്ടിൽ തന്നെ അതിന്റെ കുഴിക്കകത്തോട്ട് അത് താന്നിട്ടായി ഇരിക്കുന്ന പോകുന്നില്ല. എന്നിട്ട് പിന്നെ പാമ്പ് പിടിക്കുന്ന ഒരുപാട് ആളെ വിളിച്ചു. അവിടുന്ന് ആരാ വരുന്നതെന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞിട്ട് അവര് ആരെയും ഒരാളെ 2-3 പേരെ പറഞ്ഞു വിട്ടായിരുന്നു. അവര് വന്ന് ഇവിടെ എല്ലാം കിളച്ചെല്ലാം നോക്കി. കിട്ടിയില്ല. അത് കുഴിക്കകത്ത് തന്നെ ഉണ്ട്. സംഗതി പുറത്തോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. കുറെ വെള്ളമെല്ലാം ഒഴിച്ചൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അത് കയറി വരുന്നില്ല. അതിനകത്തുണ്ട് സംഭവം എന്തായാലും. ചെറിയ പിള്ളേരും ഒക്കെയാണ്. വലിയ മൂർഖൻ പാമ്പ് 10 ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് നല്ല ചന്ദ്രക്കല വലുപ്പത്തിലുണ്ട്. പിന്നെ കൊച്ചുങ്ങളൊക്കെ അടുക്കള വശത്ത് ആയതുകൊണ്ട് അതിലിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന കാരണം കൊണ്ട് ആകെ ഒരു പേടിയാ. വെള്ളമൊഴിച്ച് എല്ലായിടും നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഞങ്ങളിപ്പോ ആകെ പേടിയിലാ ഉള്ളത്.